അതുപോലെയുള്ള ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇതിൽ ഒരുപക്ഷെ ഈ പദ്ധതിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ UDF-കാർക്ക് അതൊരു ചങ്കിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എന്റെ ബലമായ സംശയം ഈ പഞ്ചായത്തിലെ തന്നെ UDF-ന്റെ ആൾക്കാർ, കോൺഗ്രസിന്റെ ആൾക്കാർ ബന്ധപ്പെട്ട് ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് ബഹുമാനപ്പെട്ട MLA-യുടെ അടുത്ത് പോയി MLA-യുടെ ഒരു അനുഭവ സമ്പത്തിന്റെ കുറവ് മൂലം ഈ ഒരു തീരുമാനം പുള്ളി എടുത്തതായിരിക്കണം എന്നുള്ളത് പറയാനുള്ളൂ. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആരെയും മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉമ്മൻചാണ്ടി സാറിന് ഇല്ലായിരുന്നു. അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ഈ കൂടുതൽ പ്രായമുള്ള കോൺഗ്രസ് ആൾക്കാര് ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ MLA ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒരു ക്യൂബിക് മീറ്റർ മണ്ണൊക്കെ എടുക്കുന്നതിന്റെ അനുവാദം തന്നിരിക്കുന്നത് മൊത്തം രേഖ ക്യൂബിക് മീറ്റർ ഇത്ര മീറ്റർ മണ്ണെടുക്കാൻ ആവുന്നു പാമ്പാടിയിൽ വലിയ ഓഫീസ് നമുക്ക് തരാനുള്ള ഇരിക്കുന്നത്. ബഹുമാന്യരെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് പുതുപ്പള്ളി MLA ബഹുമാന ചാണ്ടി ഉമ്മന്റെ ചില പ്രസ്താവനകൾ ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധാരണ ഉയർത്തിയിട്ടുണ്ട് എന്ന കാര്യം സംശയമില്ല. മണ്ണാട് പഞ്ചായത്തിലെ ഒരു കളിസ്ഥലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ശരിക്കും വാസ്തവവിരുദ്ധം തന്നെയാണ്. 2023 സർക്കാരിൻ്റെ ഒരു പഞ്ചായത്ത് ഒരു കളിസ്ഥലം എന്ന പദ്ധതിയുടെ ഭാഗമായി അന്നത്തെ MLA ആയിരുന്ന ഏറെ ബഹുമാനായ ഉമ്മൻചാണ്ടി സാറിനെ കാണുകയും അദ്ദേഹം മണ്ണാട് ഗ്രാമപഞ്ചായത്തിനെ ഈ പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട സ്പോർട്സ് മന്ത്രി കത്തുകൊടുക്കുകയും ചെയ്യാണ്. നിർഭാഗ്യവശാൽ അദ്ദേഹം മരണപ്പെട്ടു. അതിനുശേഷം ചാണ്ടി ഉമ്മൻ MLA ആയി. ആ സമയത്തൊക്കെ തന്നെ ഞങ്ങൾ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും മണ്ണാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അക്യൂര സ്ഥലത്ത് തന്നെ കളിസ്ഥലം നിർമ്മിക്കാൻ ആവശ്യമായ സഹായം ചെയ്തു തരണമെന്ന് അഭ്യർത്ഥന ചെയ്തു. അതിൽ പ്രകാരം അദ്ദേഹം തൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് നൽകുകയും ചെയ്തതാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായി അദ്ദേഹം പത്രപ്രസ്ഥാനത്തിലൂടെ പറയുന്നത് CPM ഇലക്ഷൻ അടുക്കുമ്പോൾ പല തന്ത്രങ്ങളും പറ്റുന്ന ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു കളിസ്ഥലത്തിൻ്റെ കാര്യം പറയുന്നത് എന്ന് പറഞ്ഞുള്ള വർത്തമാനമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾ ഒരിക്കൽ പോലും സ്കൂൾ ഗ്രൗണ്ട് ഒരു കളിസ്ഥലമാക്കി മാറ്റണമെന്ന് പറഞ്ഞ് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. മണ്ണാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്താണ് പഞ്ചായത്തിൻ്റെ തന്നെ സ്ഥലമായ തൊട്ടടുത്ത നമ്മുടെ ഈ CC ജോണിൻ്റെ പേരിലുള്ള റോഡ്, അതായത് നമ്മുടെ ഹൈവേ തിരിഞ്ഞു പോകുന്ന റോഡ്, അതിൻ്റെ വലതുവശ സ്ഥലം പഞ്ചായത്തിൻ്റെ സ്ഥലം, അതായത് ഏകദേശം 3 ഏക്കർ സ്ഥലം പഞ്ചായത്തിനുണ്ട്. ആ സ്ഥലത്തിൻ്റെ അതിനും നമുക്കറിയാം ഈ മാർക്കറ്റ് കോംപ്ലക്സിനും ടാക്സി സ്റ്റാൻഡും എന്ന സ്ഥലം അക്യൂരെടുത്ത് അങ്ങനെ ഈ സ്ഥലം അക്യൂരെടുത്ത സ്ഥലം പഞ്ചായത്തിൻ്റെ തനത് ഇതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. കേസും മറ്റു കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പല നൂലാങ്ങളും ഉണ്ടായിരുന്നു. ബാക്കി കുറേ സ്ഥലങ്ങൾ ആധാരം എഴുതി മേടിച്ചാണ്. ആ സ്ഥലമെല്ലാം പോക്കൂര് എടുത്ത് പഞ്ചായത്ത് എടുത്തത് ഈ കഴിഞ്ഞ 1 വർഷക്കാലങ്ങൾ. അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് തന്നെ ഇവിടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറയും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഈ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്നോടൊപ്പം ഈ MLA കാണാനും മന്ത്രിയെ കാണാനും ഒക്കെ വന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മെമ്പർ ജാക്സൺ മാത്യു കൂടുതൽ കാര്യങ്ങൾ കളിസ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ സ്ഥലം ഞാൻ പറയും. ഈ നമ്മുടെ മണ്ണാട് പഞ്ചായത്തിലെ 2005 ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് 3 ഏക്കറോളം വരുന്ന സ്ഥലം
ഗവൺമെൻറ് ഏറ്റെടുത്ത് പഞ്ചായത്തിന് കൊടുത്തത്. 11/7/2005 ആ നോട്ടിഫിക്കേഷൻ. ആ കൊടുത്തിരിക്കുന്നതിനകത്ത് തണ്ണീർത്തടം ആണ് അതിനകത്ത് ഭൂരിഭാഗവും. അതിനകത്ത് നമുക്കുണ്ടായിരുന്നത് 47.4 സെന്റ് സ്ഥലം മാത്രമേ കരഭൂമി ഉള്ളൂ. അതിനകത്ത് 50 സെന്റ് ഒന്ന് കൂട്ടാം, പോയിട്ട് 2.5 ഏക്കറോളം വരുന്ന സ്ഥലം തണ്ണീർത്തടം. അത് നികത്തി നമ്മൾ ആ സ്ഥലം ഏറ്റെടുത്തത് ടാക്സി സ്റ്റാൻഡ്, ഗ്രാമീണ ചന്ത എന്ന 2 ഉദ്ദേശത്തോടു കൂടിയാണ് ആ സ്ഥലം അക്വയർ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്. ആ ഒരു ഇതിനകത്ത് ജേക്കബ് മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കരഭൂമിയോട് ചേർന്ന് കിടക്കുന്ന റോഡ് ആക്സസ് ഉള്ള സ്ഥലമുണ്ടായിരുന്നു. അതിന് വെച്ചിരിക്കുന്ന വിലയിൽ ഈ ബാക്കിയുള്ള സ്ഥലം, ഈ തണ്ണീർത്തടത്തിലേക്ക് വരുന്ന ആ സ്ഥലത്ത് അതിനോട് വഴിയില്ലാതെ കിടന്ന ആ സ്ഥലത്തിന് ജേക്കബ് മാത്യുവിന് കൊടുത്ത വില തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് PC മാത്യു പൈനങ്കൽ എന്ന് പറഞ്ഞ ആൾ കേസിന് പോവുകയുണ്ടായി. ആദ്യം കോട്ടയത്ത് നമ്മുടെ മുനിസിപ്പൽ കോർട്ടിലെ കേസിന് പോയി. ആ കേസിന് പോയ സമയത്ത് 34.796 സ്ഥലമാണ് PC മാത്യുവിനുണ്ടായിരുന്നത്. അന്ന് 4600 രൂപ ഒരു ആറിന് വില വെച്ചാണ് ഈ സ്ഥലം ഏറ്റെടുക്കുന്നത്. ജില്ലാ കോടതിയിൽ കേസിന് പോയി കഴിഞ്ഞപ്പോഴാണ് 5520 രൂപ ആക്കി മാറ്റിക്കൊണ്ട് ജില്ലാ കോടതിയിൽ വിധി വന്നു. അതിന് അപ്പീൽ പോയി. ആ അപ്പീൽ പോയി ഹൈക്കോടതിയിൽ അപ്പീൽ PC മാത്യു പോയി കഴിഞ്ഞപ്പോൾ അത് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. അന്നും പഞ്ചായത്തിന് സ്റ്റാൻഡിംഗ് കൗൺസിലുണ്ട്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് പൈസ കൊടുത്ത് അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ട് ഹൈക്കോടതിയിൽ. ഈ കേസ് നേരാം വണ്ണം ബാധിക്കാതെ വന്നതോടുകൂടി അവിടുന്ന് വന്ന ഹൈക്കോടതിയിൽ നിന്ന് വന്ന ആ ഒരു വിധി എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ ഒരാളിന് കൊടുക്കാൻ, 5520 രൂപ ഗവൺമെന്റ് ഏറ്റെടുത്ത് തന്ന ആ വിലയിൽ നിന്ന് ശരിയാവണ്ണം കേസ് ബാധിക്കാത്ത മൂലം 1 ലക്ഷം രൂപ വെച്ച് ഒരാറിന് കൊടുക്കാനെന്ന് പറഞ്ഞ് വിധി വന്നു. ആ വിധിയുടെ പകർപ്പ് അതിന് അപ്പീൽ പോകാതെ, റിവ്യൂ പെറ്റീഷൻ പോലും ഫയൽ ചെയ്യാതെ ഈ ഭരണസമിതി, കഴിഞ്ഞ കാലത്തെ UDF ഭരണസമിതികൾ 2005 ഈ സ്ഥലം അക്വയർ ചെയ്തെങ്കിൽ 2010, 2015 ഈ സമയങ്ങളിൽ വന്ന ഭരണസമിതി ഇതിന്റെ ഒരു റിവ്യൂ പെറ്റീഷൻ പോലും മൂവ് ചെയ്യാതെ ആ ഫയൽ അവിടെ മുക്കി. അതിന്റെ ഫലമായിട്ട് നമുക്കിപ്പം വന്നിരിക്കുന്നത്, അന്ന് ഈ തുക വെച്ച് കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു 30 ലക്ഷം രൂപയിൽ ഈ പ്രശ്നം തീരേണ്ടതാണ്. ആ കേസ് നടത്താതെ അവിടെ കിടന്നുകൊണ്ട് അതിന്റെ പലിശ, മുഴുവൻ പലിശയും കൂടെ കണക്ക് കൂട്ടി വന്നപ്പോഴത്തേക്ക് 1 കോടി രൂപയോളം കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യം. ഈ ഭരണസമിതി അധികാരമേറ്റ 2021 ഈ കേസ് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ, അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞു. നമ്മൾ സുപ്രീം കോടതിയിൽ വരെ ഇതിന്റെ പേപ്പർ മൂവ് ചെയ്തതാണ്. ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്ത് ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാലും അവിടുന്ന് കിട്ടിയ ഉത്തരവനുസരിച്ച് ഈ 1 ലക്ഷം രൂപ എന്നുള്ളത് ഒരാറിന് 80,000 രൂപ ആക്കി കുറച്ചുകൊണ്ട് ഉള്ള ഒരു വിധിയാണ് നമുക്ക് കിട്ടിയത്. ആ 80,000 രൂപ വെച്ച് അതിന്റെ ഇൻട്രസ്റ്റോടെ 80,000 രൂപ വെച്ച് കൊടുത്താൽ തന്നെ 27,83,200 രൂപ വരുന്നുണ്ട്. അതിന്റെ നാളിതുവരെയുള്ള പലിശ 2005 മുതൽ ഈ നാളിതുവരെയുള്ള പലിശ കണക്ക് കൂട്ടി വന്നപ്പോഴത്തേക്ക് 1 കോടി രൂപയോളം പഞ്ചായത്ത് കൊടുക്കേണ്ടതായിട്ടൊരു സാഹചര്യമുണ്ട്. നമ്മളത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഇനിയും ആ പലിശ തുക വർദ്ധിക്കാതിരിക്കാൻ വേണ്ടി 1 കോടി രൂപ നമ്മൾ ഇപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ കെട്ടിവെച്ചിരിക്കുക. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ കമ്മിറ്റി കൂടിക്കൊണ്ട് അതിന് ടാക്സി സ്റ്റാൻഡിന് വേണ്ട സ്ഥലം, അല്ലെങ്കിൽ മാർക്കറ്റ് കോംപ്ലക്സിന് വേണ്ട സ്ഥലം, അത് ഏകദേശം 50 സെന്റ് സ്ഥലത്തോളം അതിന് മതി. അത് പഞ്ചായത്ത് കമ്മിറ്റി കൂടി ഒന്നടങ്കം തീരുമാനമെടുത്ത ഒരു കാര്യമാണ്. അതിന്റെ ബാക്കി സ്ഥലം പൊതുജനങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിൽ ഈ പറഞ്ഞ പോലെ കളിസ്ഥലം, ഓക്വേ, കുട്ടികളുടെ പാർക്ക്, ഇതുപോലുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടു. അത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം കോർഡിനേഷൻ കമ്മിറ്റിക്ക് അയച്ചു. കോർഡിനേഷൻ കമ്മിറ്റി അതിന്റെ അംഗീകാരമുണ്ട്. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ബാക്കിയുള്ള നടപടികൾ, ഈ സ്പോർട്സ് അതിനുമായിട്ട് ബന്ധപ്പെടുന്നു, യുവജനങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ട സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുക. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ബഹുമാനപ്പെട്ട ചാണ്ടിയമ്മൻ MLA കാണാൻ പോയി. ബഹുമാനപ്പെട്ട പ്രസിഡന്റും ജാക്സൺ മെമ്പറും കൂടെ കൂടിയാണ് പോയത്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ജാക്സൺ പറയും, ബാക്കിയുള്ള കാര്യങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിജാനൊക്കെ പറഞ്ഞ പോലെ തന്നെ വളരെ സന്തോഷത്തോടെ വലിയൊരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിൽ നടപ്പാക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളിലെ സംഭവ വികാസങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടേറി നമ്മളിവിടെ നടപ്പാക്കിയ ഒരു പദ്ധതിയെക്കുറിച്ച് വ്യാജ വാർത്തകൾ അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞതിനെ അതിന്റെ സത്യാവസ്ഥ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രീതിയിലേക്കൊരു വാർത്താ സമ്മേളനം നടത്തേണ്ടതായിട്ട് ഞങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ 2023 വർഷമാണ്
ഇതിന്റെ ഒരു ആലോചന ഞങ്ങൾ ഒരു ഒരു വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ആദ്യ വർഷം തന്നെ തൊട്ട് ഇതിന്റെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ നീങ്ങിയിരുന്നെങ്കിലും വലിയ കളിസ്ഥലം നമുക്കില്ല. അപ്പോൾ ഒരു കളിസ്ഥലം നവീകരിക്കുകയല്ല, നിർമ്മിക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു പഞ്ചായത്ത് കൊണ്ട് മാത്രം കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സംസ്ഥാന സർക്കാർ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്നൊരു പദ്ധതി രൂപീകരിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാദേശികമായി നമ്മൾ എത്ര കണ്ടെത്തുന്നു, അതായത് ഇപ്പം MLA സഹായത്തോടെ പഞ്ചായത്തും എല്ലാം കൂടെ കൂടി നമ്മളൊരു 30 ലക്ഷം രൂപയാണ് കണ്ടെത്തുന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരും അതിന് ആനുപാതികമായുള്ളൊരു തുക തരും. ഇപ്പം 30 ലക്ഷം രൂപ MLA തന്നാൽ 30 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരോട് തന്ന 60 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി നമുക്കിവിടെ പദ്ധതിയാവുകയും അതിനനുസരിച്ചുള്ള അത്രയും പൈസയ്ക്കുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കൈകാര്യം ചെയ്യാനും പറ്റും. 2023 ബഹുമാനപ്പെട്ട സ്പോർട്സ് വകുപ്പ് മിനിസ്റ്ററിനെ ഞങ്ങൾ കാണുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത വരുന്ന ആദ്യഘട്ട ഒരു ലിസ്റ്റ് അപ്പത്തേക്കും വന്നായിരുന്നു. അടുത്ത വരുന്ന ലിസ്റ്റിലേക്ക് മൺറാട് ഗ്രാമപഞ്ചായത്തിനെ ഉൾപ്പെടുത്താമെന്നും അങ്ങനെ അതിന് MLA ഒരു ശുപാർശ കത്തൂടെ അതിന് ആവശ്യമാണെന്ന് അറിയിച്ചിരുന്നു. ഞങ്ങൾ അങ്ങനെ ബഹുമാനപ്പെട്ട മുൻ പുതുപ്പള്ളി MLA ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിൽ പോവുകയും അവിടുന്ന് ഞങ്ങളൊരു നിവേദനം സമർപ്പിക്കുകയും വളരെ പോസിറ്റീവായിട്ട് തന്നെ MLA സൈഡിൽ നിന്ന് തൊട്ടടുത്ത ആഴ്ച ബഹുമാനപ്പെട്ട സ്പോർട്സ് മിനിസ്റ്റർക്ക് ഇങ്ങനെ ഈ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിലേക്ക് മൺറാട് ഗ്രാമപഞ്ചായത്തിനെ നിർദ്ദേശിക്കുന്നതായിട്ടും ബഹുമാനപ്പെട്ട മുൻ പുതുപ്പള്ളി MLA ശ്രീ ഉമ്മൻചാണ്ടി സാർ കത്ത് നൽകിയതാണ്. അപ്പൊ അതിനെ തുടർന്ന് നിങ്ങൾക്കറിയാം, അധികം താമസമില്ലാതെ അദ്ദേഹം മരണപ്പെട്ടു, വിടവാങ്ങി. തുടർന്ന് നമുക്കിവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് വന്നു. അതിനുശേഷം ലോക്സഭ തിരഞ്ഞെടുപ്പ് വന്നു. അതിന്റെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ അറിയാം. അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കിവിടെ നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നു. എന്തായിരുന്നാലും വീണ്ടും 2025 മാർച്ച് മാസമാണ് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സ്പോർട്സ് വകുപ്പ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി നാം പ്രഖ്യാപിച്ചത്. 4-ാം മാസം 2-ാം തീയതി ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ 50 ലക്ഷം രൂപ അനുവദിച്ച് മൺറാട് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന് അനുവദിച്ചു. പക്ഷെ ഈ വിവരം ഫണ്ട് അനുവദിച്ച വിവരം രേഖാമൂലമോ അല്ലാതെയോ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രസിഡന്റിനെ ഒന്നും അറിയിച്ചിരുന്നില്ല. MLA അനുവദിച്ച 50 ലക്ഷം രൂപ വെച്ചുള്ള പദ്ധതി നടപ്പാക്കാൻ കഴിയില്ല എന്നുള്ള ജില്ലാ കളക്ടർ MLA ഓഫീസിനെ അറിയിക്കുകയാണ്. ഈ വിവരവും നമ്മൾ അറിയുന്നില്ല. കാരണം ആദ്യഘട്ടത്തിൽ നമ്മൾ ഈ പദ്ധതി നമ്മളെ അറിയിക്കുന്നില്ലല്ലോ. നമ്മളെ ഒരു തരത്തിൽ ഇരുട്ടിൽ നിർത്തിയാണ് അവിടുന്ന് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 4-ാം മാസം MLA കൊടുക്കുന്നു, കളക്ടർ അത് തള്ളുന്നു. അതിനുശേഷം ഉണ്ടായ നാൾവഴികൾ ഞങ്ങൾ 8-ാം മാസമാണ് സ്പോർട്സ് വകുപ്പിൽ നിന്ന് ഞങ്ങളെ അറിയിക്കുന്നത് ഈ പദ്ധതിക്ക് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടായില്ല, ഇങ്ങനെ ഫണ്ട് അനുവദിച്ചിരുന്നു, പക്ഷെ ഇത് തടയപ്പെട്ട ഒരു സാഹചര്യമാണെന്ന്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ബാക്കി എവിടെയും ഇല്ലാത്തൊരു പ്രശ്നം. അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റ് നിയോജക മണ്ഡലങ്ങളിൽ ഒന്നിൽ അധികം ഗ്രൗണ്ടുകൾക്ക് പൈസ അനുവദിച്ചപ്പോൾ പുതുപ്പള്ളിയിലെ രണ്ടാമത് മീനടത്തിനാണ് MLA ആദ്യമേ അനുവദിച്ചത്. അതിനുശേഷമാണ് മൺറാടിനെ അവർ കൺസിഡർ ചെയ്തത്. അപ്പൊ രണ്ടാമത്തെ ഗ്രൗണ്ടായിട്ട് മൺറാടിനെ കണ്ടുകൊണ്ട് തന്നെ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിചിത്രവാദം കളക്ടറേറ്റിൽ നിന്ന് അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ 8-ാം മാസം ഇത് അറിയുകയും ഇതിന്റെ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ കളക്ടർക്ക് പ്രസിഡന്റ് ഒരു കത്ത് കൊടുക്കുകയും ഈ പദ്ധതിക്ക് വീണ്ടും ഒരു പുതുജീവൻ ഉണ്ടാക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. അതിനനുസരിച്ച് കളക്ടർ ആ നോട്ട് ADCക്ക് കൈമാറുകയും വീണ്ടും പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം പറഞ്ഞു വന്നത് 4-ാം മാസം തൊട്ട് 8-ാം മാസം വരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങൾ അറിയിച്ചിരുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ഫണ്ട് താൻ നിർദ്ദേശിച്ചൊരു തുക അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വലിയൊരു പദ്ധതി, ബഹുമാനപ്പെട്ട MLA തന്നെ പറയുന്നതാണ് ഡ്രഗ്സിനെതിരെയുള്ള ഏറ്റവും വലിയ പോരാട്ടം സ്പോർട്സ് ആണ്, സ്പോർട്സ് ഒരു ഹബ്ബായി പുതുപ്പള്ളിയെ മാറ്റുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ള രീതിയിൽ MLA പറയുന്ന ഒരു സാഹചര്യത്തില് മൺറാട് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിന് അനുവദിച്ച ഈ 50 ലക്ഷം രൂപ തുടർന്ന് നടത്താൻ കഴിയില്ല എന്ന് കളക്ടറേറ്റിൽ നിന്ന് അറിയിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം തിരക്കാനോ അതിന്റെ ഈ പദ്ധതിയെ വീണ്ടും അതിനൊരു ജീവൻ കൊടുക്കാനോ ഉള്ളൊരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നുള്ളത് സങ്കടത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. വീണ്ടും 8-ാം മാസം ഞങ്ങൾ ഇത് അറിയുന്നു, കളക്ടർക്ക് കൊടുക്കുന്നു. ADCയിൽ നിന്ന് വീണ്ടും ഇതിനൊരു പദ്ധതിക്ക് ഒരു തുടർച്ച ഉണ്ടാവും. ആദ്യഘട്ടത്തിൽ നമ്മളെ അറിയിച്ച കാര്യം രണ്ടാമത്തെ ഒരു പദ്ധതി ആയതുകൊണ്ട്
ധനകാര്യ വകുപ്പിന്റെ ഒരു പ്രത്യേക അനുമതി വേണമെന്നുള്ളതാണ്. അതും ഒരു ശരിക്കും സത്യത്തിൽ ഒരു വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ഞാൻ തുടരന്വേഷണത്തിനാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. നമ്മുടെ തൊട്ട് അടുത്തുള്ള നിയോജക മണ്ഡലത്തിൽ കാഞ്ഞിരപ്പള്ളിയില് രണ്ട് കളിസ്ഥലങ്ങളിൽ ഒരേ സാമ്പത്തിക വർഷം തന്നെ വർക്ക് നടക്കുന്നുണ്ട്. വൈക്കത്ത് നടക്കുന്നുണ്ട്. ഇനിയിപ്പോ നമ്മുടെ തൊട്ട് ആലപ്പുഴ ജില്ലയില് മാവേലിക്കര മണ്ഡലത്തിൽ 5 ഗ്രൗണ്ടുകളിലാണ് ഒരേ സാമ്പത്തിക വർഷം MLA ഫണ്ട് അനുവദിച്ചതിനനുസരിച്ച് വർക്ക് നടക്കുന്നത്. ഇവിടെ ഒന്നും ഇല്ലാത്ത തടസ്സം പുതുപ്പള്ളിയിൽ ഉണ്ടായിട്ടും ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടായില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇപ്പൊ 4 തൊട്ട് 8 മാസം വരെയുള്ള ബഹുമാനപ്പെട്ട MLAയുടെ ഒരു വാദം ഇത് വൈകിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ 4-ാം മാസം തൊട്ട് 8-ാം മാസം വരെയുള്ള കാര്യങ്ങൾ ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു കൂടിയാലോചനകളില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒരു റിവ്യൂ മീറ്റിങ്ങുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു നിയോജക മണ്ഡലം ചിലപ്പോൾ നമ്മുടെ പുതുപ്പള്ളി ആയിരിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെ ആരെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു ഈ ഒരു കാര്യങ്ങൾ. ഞങ്ങൾ ഇതിന്റെ പുറകെ ഓടിയാൻ അത്രയും താല്പര്യപ്പെട്ടാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതി ഇവിടെ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇതിന്റെ പുറകെ ഞങ്ങൾ പൊക്കോണ്ടിരുന്നത്. 8-ാം മാസം കളക്ടർക്ക് കൊടുക്കുന്നു. ADCയിൽ നിന്ന് വീണ്ടും അതിന് ഫിനാൻസ് മിനിസ്റ്ററിന്റെ അപ്രൂവൽ വേണമെന്ന് പറഞ്ഞു. MLAയുടെ കത്തിന് വേണ്ടി ഞങ്ങൾ ആദ്യമേ പോകുന്നു. അത് ഒരാഴ്ച കൊണ്ട് അത് ലഭ്യമാക്കുന്നു. ഫിനാൻസ് മിനിസ്റ്ററിനെ കാണുന്നു, സ്പോർട്സ് മിനിസ്റ്ററിനെ കാണുന്നു. ഇങ്ങനെ ഒരു ആവശ്യമേ ഇല്ല, ഇത് വേഗം നടപ്പാക്കേണ്ടതാണ്. കാര്യം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് പൈസ അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ അകത്ത് പ്രത്യേക ഒരു അനുമതിയുടെ ആവശ്യമില്ല. വീണ്ടും അപ്പം ADCയുടെ ആ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചു. വീണ്ടും അദ്ദേഹം പറഞ്ഞു MLAയുടെ ഫണ്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള ഒരു കാര്യത്തിന്റെ അകത്തൊരു വ്യക്തത വേണം. ഇത് അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യമാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ അല്പം വിഷമത്തോടെ പറഞ്ഞോട്ടെ, ഈ സ്പോർട്സ് വകുപ്പിൽ നിന്ന് ഈ പദ്ധതി നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോകേണ്ട വന്നത് 3 തവണയാണ്. ഈ ഫണ്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിന് തിരക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഓഫീസ് കം റെസിഡൻസിൽ ഞങ്ങൾ ഈ ഒരു 30 ദിവസത്തിനിടെ 40 ദിവസത്തിന്റെ ഇടയിൽ 3 തവണയാണ് പോയത്. എന്നിട്ടും അതിനൊരു നീക്കുപോക്കായില്ല. 3 കത്തുകൾ, ഇതെല്ലാം രേഖാമൂല. ഈ ഇരിക്കുന്ന മുഴുവൻ പേപ്പറുകളും നിങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ളതാണ്. ഇതിന്റെ ആദ്യ നാൾവഴികൾ തൊട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഉണ്ട്. ഒന്നും രേഖയില്ലാത്ത ഒരു കാര്യവും ഇല്ല. ഞങ്ങൾ ഇങ്ങനെ 3 കത്തുകൾ കൊടുത്തിട്ടും ഇതിനൊരു നീക്കുപോക്ക് ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വമായി വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതല്ലെങ്കിൽ ഇത് തടയുന്ന ബഹുമാനപ്പെട്ട MLA ആണോ എന്ന് ഞങ്ങൾക്കറിയില്ല, അതല്ലെങ്കിൽ ബാക്കി ശക്തികളായിരിക്കാം. എന്തു തന്നെയായാലും ഇതൊരു വൈകിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായി. ADC ഓഫീസിൽ ചെന്നപ്പോഴും അങ്ങനെ ഒരു കാര്യം ഞങ്ങളോട് അവര് പങ്കുവെച്ചു. ഇത് ഹോൾഡ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം അവർക്ക് ലഭിച്ചതായിട്ട് പറഞ്ഞു. ഇതും വളരെ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. എന്തു തന്നെയായാലും നമ്മൾ കൃത്യമായ ഒരു ഇടപെട്ടതുകൊണ്ട് 10-ാം മാസം ഞങ്ങൾ വീണ്ടും ജില്ലാ കളക്ടർക്ക് വീണ്ടും ഒരു പരാതി കൊടുക്കുകയാണ്. ഇത് പദ്ധതി 8-ാം മാസം കൊടുത്തതിന് ശേഷം 10-ാം മാസവും കാര്യമായ പുരോഗതി ഇതിലുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ 10-ാം മാസം വീണ്ടും പരാതി കൊടുത്തപ്പോൾ അന്ന് അതവിടുന്ന് ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് അത് എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ വേണ്ടി സ്പോർട്സ് കേരള ഫൗണ്ടേഷന് കൊടുക്കുകയും അവർ അത് 2 ദിവസം കൊണ്ട് തയ്യാറാക്കി നൽകുകയും ചെയ്തു. കാര്യം ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ, സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ അവരുടെ പ്രതിനിധികൾ ഇവിടെ വരികയും മാർച്ച് മാസം വരികയും സെപ്റ്റംബർ മാസം വരികയും ഇവരിവിടെ സ്ഥലം കാണുകയും നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, കൂടിയാലോചനകൾക്ക് ശേഷം നമ്മൾ എങ്ങനെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള എല്ലാ ആലോചനകളും കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ 2 ദിവസം കൊണ്ട് ആ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തിരികെ നൽകി. ഞാനിന്ന് മനസ്സിലാക്കുന്നത് ഇന്നത് കളക്ടറേറ്റിൽ നിന്ന് ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തീകരിച്ചെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഈ ഒരു സമയമായപ്പോഴത്തേക്കും. കാര്യം പഴയ പോലെ അല്ല. ഇപ്പം 2 വാദങ്ങളാണ് അവർ പ്രധാനമായിട്ട് പറഞ്ഞത്. ഫണ്ട് ഇല്ല, ഫണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് മൺട്രാട് പഞ്ചായത്ത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം, നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും MLAമാര് ഒരു സാമ്പത്തിക വർഷവുമല്ല, ഏതൊക്കെ സാമ്പത്തിക വർഷം ഏതൊക്കെ വർക്കിന് വേണ്ടി നിർദ്ദേശിച്ചു എന്നുള്ള കാര്യം നമുക്ക് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. MLA ADS എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഈ 140 നിയോജക മണ്ഡലങ്ങളിലെയും MLAമാര് ഏതൊക്കെ വർക്ക്, അതിന് എത്ര തുക, അതിന്റെ സ്റ്റാറ്റസ് എന്താ എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്കറിയാൻ പറ്റും. അങ്ങനെ നമ്മുടെ പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടി ഉമ്മൻ അനുവദിച്ച 14 വർക്കുകളുണ്ട് ഇപ്പൊ ഈ സാമ്പത്തിക വർഷം അനുവദിച്ചതിൽ. ഇപ്പൊ ഏറ്റവും അവസാനം, നിങ്ങൾക്കറിയാവുന്ന പോലെ ഏറ്റവും അവസാനമാണ് നമ്മുടെ പദ്ധതി അവിടെ പാസ്സായി വന്നത്. ആ വർക്കും കൂടെ കൂട്ടിച്ചേർത്താലും 4,46,00,000 രൂപയാണ് ആയിട്ടുള്ളത്. ഇനി 54 ലക്ഷം രൂപ, 5 കോടിയാണെന്നുണ്ടെങ്കിൽ 54 ലക്ഷം, 6 കോടിയാണ് മറ്റേ ADF ഫണ്ടോട് കൂട്ടി 6 കോടിയാണ്. 54 ലക്ഷം രൂപ ആ വിഭാഗത്തിൽ തന്നെ ബാലൻസ് കിടക്കുമ്പോഴാണ് ഫണ്ടില്ല എന്നുള്ള ഒരു വിവരം പറയുന്നത്. MLA എത്രയൊക്കെ കത്ത് കൊടുത്താലും അത് പാസ്സാക്കി അതിന്റെ തുടർ നടപടികൾ ചെയ്യുന്ന ജില്ലാ കളക്ടറേറ്റിൽ നിന്നാണ്. അവിടുന്ന് നടപ്പാക്കിയേക്കുന്ന അല്ലെങ്കിൽ അവിടുന്ന് പാസ്സാക്കി വിട്ടേക്കുന്ന ലിസ്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. 14 വർക്കുകൾ ആണ് അംഗീകരിച്ച് വന്നേക്കുന്നത്. അതിൽ മൺട്രാട് പഞ്ചായത്തിന്റെ ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൺട്രാട് പഞ്ചായത്ത് ഗ്രൗണ്ടിന് 50 ലക്ഷം രൂപ അനുവദിച്ചേക്കുന്നത് ഉൾപ്പെടുന്നുണ്ട്.
അതിന്റെ ഇപ്പം സ്റ്റാറ്റസ് കളക്ടറേറ്റിൽ നിന്നുള്ള പൂർണ്ണമായി ഉള്ള നടപടികൾ പൂർത്തീകരിച്ചു എന്നാണ് ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യം. രണ്ടാമത് പറഞ്ഞത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വിശദീകരിച്ചായിരുന്നു. അവരുടെ മണ്ഡലം നേതൃത്വം പറഞ്ഞത് ഈ സ്ഥലം അല്ല ഉള്ളത് മൺട്രാട് പഞ്ചായത്ത് സ്കൂൾ ഗ്രൗണ്ടിനാണ് അവർ നിർദ്ദേശിച്ചിരുന്നതെന്ന് പറയാം. ബഹുമാനപ്പെട്ട മുൻ MLA ശ്രീ ഉമ്മൻചാണ്ടി സാറായിരുന്നെങ്കിലും ഇപ്പോഴത്തെ MLA പുതുപ്പള്ളി MLA ശ്രീ ചാണ്ടിയുമ്മനാണെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങൾ കൊടുത്തിരുന്ന മുഴുവൻ കത്തുകളിലും ആവശ്യപ്പെട്ടിരുന്നത് അവർ നൽകിയതും എല്ലാം തന്നെ മണർകാട് ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിനാണ്, സ്കൂൾ ഗ്രൗണ്ടിനല്ല. പിന്നെ അവർ പറയുന്നത് നിയമപരമല്ല എന്നുള്ള കാര്യം. അതിനാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നേരത്തെ പറഞ്ഞത് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തന്നെ തീരുമാനം പ്രകാരം അവരുടെ നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഈ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നതാണ്. അവരോടെ അറിഞ്ഞ് അവരോടെ ഉള്ള കമ്മിറ്റി പാസ്സാക്കിയാണ് നമ്മൾ കോർഡിനേഷൻ കമ്മിറ്റിക്ക് നമ്മുടെ ഈ സ്ഥലത്ത് ഗ്രൗണ്ടിലൂടെ നിർമ്മിക്കാൻ വേണ്ടിയുള്ള നമ്മൾ നേരത്തെ മുൻ ഭരണസമിതിയുടെ ആവശ്യങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് ഈ അവിടെ ബാക്കി സ്ഥലങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുത്തി ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങളിലൂടെ ഇന്നത്തെ നമ്മുടെ ഈ സാഹചര്യം നമുക്കറിയാം. ഹെൽത്തിന്റെ അല്ലെങ്കിൽ ഫിറ്റ്നസിന്റെ ഒക്കെ ഒരു പ്രത്യേകത, അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് എല്ലാവർക്കും നമുക്ക് പറയാതെ തന്നെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ ബഹുമാനപ്പെട്ട MLAയും അതിൽ വളരെ ശ്രദ്ധ പുറമേ കാണിക്കുന്ന ഒരാളാണ്. ഫിറ്റ്നസ് അല്ലെങ്കിൽ ഹെൽത്തിന്റെ കാര്യങ്ങൾക്കകത്ത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം വളരെ പ്രാധാന്യം ചെലുത്തുന്ന ഒരാളാണ്. പക്ഷെ ഇവിടുത്തെ ഒരു കാര്യത്തിന്റെ അകത്ത് അത് അദ്ദേഹത്തിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് മറ്റു ഭാഗ്യശക്തികളുടെ ഇടപെടൽ മൂലമായിരിക്കും അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയം ഉണ്ടായി അതിന് വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഇല്ലായ്മ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് ഉണ്ടാവാൻ പാടില്ലായിരുന്നു. രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തും ആവട്ടെ, ഈ പദ്ധതി ഇത് മുഴുവൻ കാണുന്ന എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ടല്ല ഞങ്ങൾ സംസാരിക്കുന്നത്. MLA ഞങ്ങൾ ശത്രുവോ MLAയുടെ ശത്രു ഞങ്ങളോ എന്നുള്ള രീതിയിലല്ല. നമുക്ക് ഈ പദ്ധതി ഇവിടെ നടപ്പാക്കണം. അത് ഈ നാടിന്റെ ഒരു ആവശ്യമാണ്, ഈ നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. മാറി മാറി വരുന്ന ഭരണസമിതികൾക്ക് അവരുടേതായ ഇഷ്ടങ്ങൾക്ക് ഇനി അതിൻ്റെ അകത്ത് മാറ്റം വരുത്താം. പക്ഷെ ഈ ഒരു കളിസ്ഥലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കളിസ്ഥലം, ഒരു ഓപ്പൺ ജിമ്മ്, ഒരു വോക്ക് വേ, ഇത്രയാണ് ആദ്യഘട്ടത്തിൽ വന്നേക്കുന്നത്. ഇനി അതിന്റെ തുടർച്ചയായിട്ട് ഒരു പാർക്ക് എന്നുള്ള ഒരു സങ്കല്പം കൂടെ വരും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു അമ്മയ്ക്ക് ഒരു കൈക്കുഞ്ഞുമായിട്ട് വരുന്നവർക്ക് തൊട്ട് ഒരു 80 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാൻ അവരുടെ ഹെൽത്ത്, അവർക്ക് കളിക്കേണ്ടവർക്ക് കളിക്കാം, എക്സസൈസ് ചെയ്യേണ്ടവർ എക്സസൈസ് ചെയ്യണം, നടക്കേണ്ടവർക്ക് സുരക്ഷിതമായി നടക്കാം, പാർക്ക് എന്നുള്ളൊരു സങ്കല്പം വരുമ്പോഴത്തേക്ക് അവിടെ കുട്ടികളെ ആയിട്ട് വരാം. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നാടിന്റെ ഒരു മുഖച്ഛായ മാറുന്ന ഒരു പദ്ധതിയായിട്ട് തുടങ്ങേണ്ടിയിരുന്ന ഒരു പദ്ധതിയെ ഈ രീതിയിൽ കൊണ്ടെത്തിച്ചത് വളരെയധികം വേദനാജനകമായ ഒരു സംഭവമാണ്. ഇനി എന്ത് തന്നെയായാലും ഇപ്പം ഞങ്ങൾ ഒന്നും പറയാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷെ നിരന്തരമായി വാർത്താ മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പക്കലുണ്ട്. ഇതിന്റെ ഒരു സോഫ്റ്റ് കോപ്പി ഇവിടെ വന്ന് എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും നൽകുന്നതുമാണ്. നിങ്ങൾക്കത് ക്രോസ് ചെക്ക് ചെയ്യാം. ഇനി അതല്ല, ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇത് ചെയ്യാം. ഈ പദ്ധതിയെ നശിപ്പിച്ച് കളയരുത്, ഇല്ലായ്മ ചെയ്യരുത്, വൈകിപ്പിക്കരുത്. ഇത്രയും ആവശ്യമേ ഞങ്ങൾക്ക് ഈ ഭരണസമിതിയുടെ ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനായിട്ടുള്ളൂ. വികസന ശ്വാസമായിട്ടുള്ള പ്രശ്നം ഉണ്ടല്ലോ. ബിസിനസ് എന്ന് തന്നെ ഒരു പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ആ 5 വർഷക്കാലം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയും വരും കാലങ്ങളിൽ ഒരു 25 വർഷം മണർകാട് 25 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സംവാദം നടത്താൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് ഞങ്ങളതിനെ കണ്ടത്. കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളെ വിശദീകരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് കണ്ടത്. അതിനനുബന്ധിച്ച് നമ്മൾ തൊഴിൽ മേള ഉണ്ടായിരുന്നു, ചിത്ര പ്രദർശനമൊക്കെ നമ്മൾ നടന്നു. ഈ ഗവൺമെന്റ് ഉത്തരവ് നടത്തുന്ന ഒരു പരിപാടിക്ക് MLA വിളിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ബഹുമാനപ്പെട്ട MLAയുടെ വീട്ടിൽ പോയി ഞങ്ങൾ കത്ത് കൊടുത്താണ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പടം വെച്ച് അടിച്ചത് അദ്ദേഹത്തിന്റെ അനുവാദമില്ല. ഒരിക്കൽ പോലും ഗവൺമെന്റിന്റെ ഒരു പരിപാടിക്ക് MLAനെയും UDF ബഹിഷ്കരിച്ചെന്ന് പറയും. പക്ഷെ UDF ബഹിഷ്കരിക്കുക ഇതുവരെ നമുക്ക് MLA എന്നത് നാടിന്റെ പൊതു സ്വത്താണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പേര് വെക്കാതെയോ അദ്ദേഹത്തിന്റെ പടം 2 ജില്ലാ പഞ്ചായത്ത് പേര് നമ്മൾ വെച്ചായിരുന്നു. അവരിത് ഈ മണ്ണാട് പഞ്ചായത്തിന്റെ ഭാഗം നിൽക്കുന്ന 2 ജില്ലാ പഞ്ചായത്തുമുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുമാരെ നമ്മൾ ഇതിനകത്ത് ക്ഷണിച്ചിരുന്നു.
അപ്പം UDF നേതൃത്വം വിട്ടു നിന്നായിരിക്കാം. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അത് നോക്കും പ്രോട്ടോകോൾ അനുസരിച്ച് ഇവരെല്ലാം പേരിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ പറ്റും. അത് വെച്ചാണ് ഞങ്ങൾ രേഖാമൂലം തന്നെയാണ് MLA ഓഫീസിൽ പോയി കത്ത് കൊടുത്തത്. MLA ഞങ്ങൾ രണ്ടും കൊണ്ട് MLA കൊണ്ട് ഈ നോട്ടീസ് കൊടുക്കുന്നു. അന്നേരം ഒന്നും MLA ഒന്നും ഒരു കാര്യവും പറഞ്ഞില്ല. എങ്കിൽ നമ്മളത് പിൻവലിക്കാൻ. അതൊന്നും പറയാതെ 2 ദിവസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ അറിയാതെ എൻ്റെ പേര് വെച്ച് എൻ്റെ പടം വെച്ച് പോസ്റ്റ് അടിച്ചു എന്നും പറഞ്ഞ MLA ആ ഒരു വാർത്ത നിങ്ങളുടെ മുമ്പിൽ പറയുന്നു. നേരത്തെ പറഞ്ഞിരുന്ന പോലെ കേസ് അത് സുപ്രീം കോടതി വരെ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷമാണ് അതിനൊരു നമ്മുടെ പഞ്ചായത്തിന്റെ വസ്തുവും ഈ ജനങ്ങൾ നികുതി അടച്ച പണവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി സുപ്രീം കോടതി വരെ നമ്മൾ അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് കേസ് നടത്തിയിരുന്നു. രണ്ടാമതുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഈ സ്ഥലത്തുമേലുള്ള ഒരു രജിസ്ട്രേഷൻ നടപടികളൊന്നും പൂർത്തീകരിച്ചിരുന്നില്ല. നമ്മൾ അതിന്റെ റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങി വർഷങ്ങൾ അതിന്റെ ഒരു പ്രോസസ്സിൽ നീണ്ടാണ് നമുക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. 3 ഈ മുൻ ഭരണസമിതിയുടെ കാലത്ത് നേരത്തെ എടുത്ത ആവശ്യങ്ങളായിരുന്നു. അവർ ഈ ഗ്രാമീണ ജനത ടാക്സി സ്റ്റാൻഡൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനോടൊപ്പം ഈ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൂടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഈ കളിസ്ഥലമാകട്ടെ ഓപ്പൺ ജിം ആകട്ടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണമായിരുന്നു, കോർഡിനേഷൻ കമ്മിറ്റിയുടെ അനുമതി വേണമായിരുന്നു. അതും നമ്മൾ നേടിയെടുത്തു. ഇപ്പം അടിസ്ഥാന സൗകര്യ വികസനം, അതായത് ഇവിടെ ഇപ്പം നമുക്കറിയാം ഇപ്പം ഗ്രൗണ്ട് നിർമ്മിക്കാൻ പോകുന്ന സ്ഥലത്ത് ഇത്രയും തന്നെ അത് ഡെവലപ്ഡ് അല്ലായിരുന്നു. അവിടെ നമ്മുടെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് നമ്മുടെ എവിടെ നിന്നുള്ളായിരുന്നു നമ്മുടെ അവിടെ നിന്നുള്ള മണ്ണ് ഒരു ഘട്ടത്തിൽ കൊണ്ടുവന്ന് അടിച്ചു. രണ്ടാമത് ഇപ്പം MLAക്ക് തന്നെ വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു കാര്യമാണ്. MLA വളരെ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് പാമ്പാടി വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണമായിട്ട് തടസ്സങ്ങൾ നീക്കണമെന്നുള്ളത്. അത് ഒഴിവാക്കാനായിട്ടും ഈ പദ്ധതി കൊണ്ട് സാധിച്ചു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വില്ലേജ് ഓഫീസ് നിർമ്മിക്കാൻ അവിടുന്ന് മാറ്റേണ്ടതായിട്ടുള്ള മണ്ണ് നമ്മളിവിടെ അതിന്റെ റോയാലിറ്റി അടച്ച് അതിന് വേണ്ടപ്പെട്ട പൈസ അടച്ച് അത് ടെൻഡർ ചെയ്ത് ആ മണ്ണ് ഇവിടെ അടുപ്പിക്കാനായിട്ടുള്ള കാലാവസ്ഥ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ റെഡി ആയാൽ വലിയ താമസമില്ലാതെ നമുക്കിവിടെ ആ മണ്ണ് അടുപ്പിക്കാൻ പറ്റും. അപ്പം അവിടെ ഉണ്ടായിരുന്ന പാമ്പാടി വില്ലേജ് ഓഫീസിന്റെ നിർമ്മാണവുമായിട്ട് ഉണ്ടായിരുന്ന ഒരു തടസ്സം കൂടെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ പദ്ധതി കൊണ്ട് ആയി. വലിയ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നേരത്തെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് 1 കോടി രൂപയാണ് നമ്മൾ MLAയുടെ 50 ലക്ഷം രൂപ MLA അനുവദിച്ച ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 ലക്ഷം രൂപയും സർക്കാരിന്റെ 50 ലക്ഷം രൂപയും 1 കോടി രൂപയുടെ പദ്ധതിയായിട്ടാണ് ഇപ്പം ഇത് രൂപപ്പെടുന്നത്. പിന്നെയുള്ള ഒരു കാര്യമാണ് നിർഭാഗ്യവശാൽ ഉണ്ടായ ഒരു കാര്യമാണ് ഇടയിലുള്ള നമുക്ക് ഒരു വെട്ട് വൈകിപ്പിക്കൽ. ഇതൊന്നും നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമല്ല. നമ്മളും അങ്ങനെയല്ലായിരുന്നു, നമ്മളോടും അങ്ങനെയല്ലായിരുന്നു. പക്ഷെ എന്തോ ഈ അവസാന ഘട്ടമായപ്പം ഭാഗ്യസമ്മർദ്ദം മൂലമായിരിക്കാം ആ രീതിയിലേക്ക് അത് വന്നു. അതുമൂലം ഇവിടെ നമ്മുടെ നാടിനാണ് ഒരു നഷ്ടം ഉണ്ടായെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അല്ലെങ്കിൽ ഈ കാലാവസ്ഥയൊക്കെ അനുകൂലമായിരുന്നപ്പോൾ ഈ പദ്ധതിയൊക്കെ തുടങ്ങി നമുക്ക് വെക്കാൻ സാധിച്ചേനെ. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന്റെ വിജ്ഞാപനം വരുമ്പോൾ വീണ്ടും ഈ പദ്ധതി ഒരു വൈകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇത് ഒഴിവാക്കാമായിരുന്നു. ഒരു കൂടിയാലോചന അല്ലെങ്കിൽ ഒരു റിവ്യൂ മീറ്റിംഗ് ഞങ്ങളെയും കൂടെയൊക്കെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ 4-ാം മാസം ഈ പൈസ അനുവദിക്കുകയും ഇത് കളക്ടർ തള്ളുകയും ചെയ്ത സാഹചര്യത്തിൽ തന്നെ നമ്മളെ അറിയിക്കുകയും നമ്മൾ ഇതിന്റെ പുറകെ പോകാൻ എവിടെയൊക്കെ പോകണോ ഞങ്ങൾ അതിന് തയ്യാറായിരുന്നു. എവിടെയൊക്കെ പോകാനോ ഏത് ഓഫീസിൽ കാണാനോ ആരെ കാണാനോ കത്ത് കൊടുക്കാനോ അഭ്യർത്ഥിക്കാനായിട്ടോ എന്തിനു വേണം പദ്ധതി നടക്കണമെന്നുള്ളൊരു ആവശ്യം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഞങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ വീണ്ടും ഞങ്ങൾ ആക്ട് ചെയ്തപ്പോൾ വീണ്ടും ഈ പദ്ധതി വൈകിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതാണ് ഇതിന്റെ ഒരു വസ്തുത. ഒന്നും തന്നെ നിയമപരമല്ലാതെയോ രേഖ ഇല്ലാത്തതുമായ ഒരു കാര്യവും ഇവിടെ നടപ്പാക്കിയിട്ടില്ല. എല്ലാം പൊതുസമക്ഷം ഞങ്ങളിത് അവതരിപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് വന്നത്. ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾ എല്ലാവരെയും ഏൽപ്പിക്കുന്നത് അല്ല, കളക്ടറേറ്റിൽ നിന്ന് MLA അറിയിച്ചെന്നാണ് പറഞ്ഞത്. അവര് പറഞ്ഞത് നേരത്തെ പറഞ്ഞായിരുന്നു, ഒരു പഞ്ചായത്ത് ഒരു കളിക്കളം എന്നുള്ളത് അവർ തെറ്റിദ്ധരിച്ച് ഒരു മണ്ഡലം ഒരു കളിക്കളം എന്നുള്ള രീതിയിലായിരുന്നു. മീനടം ഈ 2-4 MLA പൈസ അനുവദിക്കുന്ന 2 പഞ്ചായത്തുകൾക്കാണ്. ഒന്ന് മീനടത്തും ഒന്ന് മൺട്രാടും. അപ്പം മീനടത്ത് അനുവദിച്ചുകൊണ്ട് ഇനി മൺട്രാട് അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലേക്ക് അവിടെ തെറ്റിദ്ധാരണയാണോ എന്താണോ എങ്ങനെയാണോ അവിടെ സംഭവിച്ചത്. പക്ഷെ അത് നേരത്തെ പറഞ്ഞത് നമ്മുടെ ജില്ലയിൽ തന്നെ ഇതേ കളക്ടറേറ്റിൽ നിന്ന് തന്നെ അനുവദിക്കേണ്ടതാണ് വൈക്കത്തിനും കാഞ്ഞിരപ്പള്ളിക്കും ഒക്കെ. അവിടെ ഈ സാമ്പത്തിക വർഷം തന്നെ 2 പഞ്ചായത്തുകളും നടക്കുന്നുണ്ട്. ഈ ഗ്രൗണ്ടുകളുടെ നവീകരണം നടക്കുന്നുണ്ട്. തൊട്ടടുത്ത് മാവേലിക്കര മണ്ഡലത്തിൽ 5 സ്ഥലങ്ങളിലാണ് ഒരേ സാമ്പത്തിക വർഷം തന്നെ വർക്ക് നടക്കുന്നത്. അപ്പം പുതുപ്പള്ളിയിൽ ഇത് തടസ്സപ്പെടുമ്പോൾ നമ്മളോട് ഇതിന്റെ ഒരു പകുതി MLA ഒരു ഹാഫ് ഇതിന്റെ അകത്ത് ഇൻവോൾവ്മെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളും അതിന്റെ ബാക്കി പകുതിയിൽ ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ ഞങ്ങളോട് ഇതിന്റെ പുറകെ പോയത്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് അത് ഇടപെട്ടിരുന്നെങ്കിലും
വളരെ വേഗത്തിൽ ഇത് പരിഹരിക്കാൻ പറ്റും. സത്യത്തിൽ ഒരു ദിവസം കൊണ്ടോ ഒന്നും വേണ്ടിയിരുന്നില്ല ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അരമണിക്കൂർ സമയവും ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാമായിരുന്നു. പക്ഷെ അത് 5-6 മാസത്തേക്ക് നീണ്ടുപോയതാണ് ഈ നമ്മുടെ ഇവിടുത്തെ ഈ സംവിധാനത്തിൽ ഉണ്ടായ ഒരു. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ 2 ആഴ്ച പോലും ഒരു സൗകര്യമായിട്ട് നിന്നില്ല. എന്നാലും ഞങ്ങൾ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കളക്ടറെ വിളിച്ചു. പുതിയ കളക്ടറാണ് വന്നിരിക്കുന്നത്. പഴയ ജോൺ സാമുവൽ സാർ പോയി കഴിഞ്ഞ് പുതിയ കളക്ടർ വന്നു. ആ കളക്ടർ ഞങ്ങളുടെ ഫ്രണ്ട് വെച്ച് വിളിക്കുന്നത്. അദ്ദേഹം വിളിച്ച് സംസാരിച്ചു. ഞാൻ പൈസ അനുവദിച്ചാണ്, അത് എന്തുകൊണ്ടാണ് താഴെ ഇതിപ്പോ ഇങ്ങനെ ഫ്ലോപ്പായി നിൽക്കുന്നതിന് അദ്ദേഹം വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം ഞങ്ങളിത് കേട്ട് ഞങ്ങൾ അതിനെ പുറകെ പിന്നെയും പോവാണ്. പക്ഷെ അതിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു മലക്കം മറിയുന്നത്. അതെന്താണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഞങ്ങളിപ്പോഴും അതിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാമ്പാടി വില്ലേജ് ഓഫീസിന്റെ മണ്ണ് അടുത്ത ആഴ്ച ഞങ്ങൾക്ക് അടിക്കാൻ തുടങ്ങും. ഈ കാലാവസ്ഥ മാറിയോടെ മണ്ണ് അടിക്കാനുള്ള സമയം ഞങ്ങളിത് ഇതുമായിട്ട് മുന്നോട്ട് പോയി. ഇനിയിപ്പോൾ അതിന് MLA ഇനി അല്ലെങ്കിൽ വേണ്ടെങ്കിൽ MLA കത്ത് കൊടുക്കണം. ഞങ്ങൾക്ക് അനുവദിച്ചിരുന്നത് MLA കത്ത് കൊടുക്കണം. അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്നാലും ഞങ്ങളിത് മുന്നോട്ട് ഇതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ വികസനമാണ്, പൊതുവികസനമാണ്. എന്തിനാണ് നമ്മളോട് ഇങ്ങനെ ഒരു കാണിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മിക്കവാറും പഞ്ചായത്തിൽ ഭരിക്കുന്ന വിവിധ കക്ഷികളുണ്ട്. അത് MLA പാർട്ടി ഭരിക്കുന്നുണ്ട്, അത് ബഹുഭൂരിപക്ഷം മറ്റ് എതിർ കക്ഷികൾ ഭരിക്കുന്ന പഞ്ചായത്തിലുണ്ട്. പക്ഷെ അവരൊന്നും ഇല്ലാത്ത ഒരു നയം നമ്മളോട് കാണിച്ച എന്താണെന്ന് നമുക്കറിയത്തില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അതായിരിക്കും, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാന്ന് വരും, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്ത കാര്യങ്ങൾ പെട്ടെന്നുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അതിന്റെ ഒരു ഭാവമൊക്കെ ആയിരിക്കാം പുതുപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവവാസമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അവിടുത്തെ റവന്യൂ ടവറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഈ ജനങ്ങളെ ഒരു ബുദ്ധിപ്പെടുത്തുന്നത്. അതിന് ഇവിടുത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇവിടുത്തെ ചില UDF നേതാക്കന്മാരും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലെന്നോ സംശയമാണ്. അതെന്നുവെച്ചാൽ നമ്മുടെ നാടിന്റെ വികസനം അവരും എതിരിക്കുകയാണ്. ഇത് വരുന്നത് വികസനത്തിന് വേണ്ടിയാണ്. നമുക്ക് പ്രത്യേകമായ എൻ്റെ ഒരു താല്പര്യമില്ല. നമ്മുടെ നാടിന്റെ താല്പര്യമാണ് നമ്മൾ കണ്ടുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ ഒരു നാടിനെ പുറകോട്ടടിക്കുന്ന ഈ മണർകാട് പോലെ വളരെ വേഗം നഗരവർക്കം വന്നൊരു പ്രദേശമാണ് മണർകാട്. അതിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് നമ്മൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അത് ഈ കളിസ്ഥലം എന്നതൊരു നാടിനെ മുഖച്ഛായ മാറ്റുന്നതായിരുന്നു. ഇവിടെ മറ്റ് കളിസ്ഥലങ്ങളൊന്നുമില്ല. ഉണ്ടായിരുന്ന പള്ളിയിലെ ഗ്രൗണ്ട് അതൊക്കെ അവർ അടച്ചു കിട്ടുന്ന അവസ്ഥയാണ്. നമുക്ക് മറ്റ് കളിസ്ഥലങ്ങളൊന്നുമില്ല. ഇവിടുത്തെ കുട്ടികൾ പലർക്കും പോയി ടർക്കിലൊക്കെ പോയി പൈസ കൊടുത്താണ് അവരുടെ സ്പോർട്സ് ഐറ്റംസ് കളിക്കുന്നത്. അപ്പൊ അതൊരു എല്ലാവർക്കും പുതു ഇടമായിട്ട് മാറാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതിനെ ശ്രമിച്ചുകൊണ്ട്. പക്ഷെ അതാണ് ഇപ്പോൾ ഇത് തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായിരുന്ന ഈ വിവാദമായ പരാമർശം ഞങ്ങളെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ബുദ്ധിമുട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത്രയും നമ്മൾ ഓടി നടന്നിട്ട് ഇതിന് ഈ അവസാന ഘട്ടത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമുള്ള ഒരു അപ്പൊ അത് ജനങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും അതല്ലേ പറഞ്ഞ എല്ലാം ഞങ്ങൾ ഇതിന് ഈ രേഖകളെല്ലാം ഉണ്ട്. ഈ മുഴുവൻ രേഖകൾ ഇതിനകത്ത് ആദ്യം തൊട്ട് 2020 തൊട്ട് ഇതിന്റെ ഞങ്ങൾ കുറേ രേഖകൾ മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് തരികയാണ്. അതിൻ്റെ എല്ലാ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇന്ന വരെയുള്ള കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസം വരെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് ഒരു MLA എന്ന് പറഞ്ഞ ഒരു യുവ MLA നമ്മളിങ്ങനെ അല്ല പ്രതീക്ഷിക്കുന്നത്. കുറച്ചുകൂടെ ഒരു സംസാരത്തിൽ അതായത് ഒത്തിരി കാര്യപ്രാപ്തിയുള്ള ആളായിരുന്നു. നമുക്ക് അതിനെക്കുറിച്ച് തടസ്സമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടിയ ഈ അനുഭവം വളരെ ദുഃഖകരമായിട്ടൊന്നുള്ളതാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജാക്സണും അടക്കമുള്ളവർ പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ്. അതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ആത്മാർത്ഥമായി തന്നെയാണ് ഞങ്ങളിത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് വന്ന വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മണർകാട് പഞ്ചായത്തിലെ ഈ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളൊരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇതിന് തയ്യാറാക്കിയായിരുന്നു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും വയോജനങ്ങൾക്കും മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കാനായിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിക്കൊണ്ടുവന്ന് ഊരാളുങ്കൽ ഏജൻസിയെ അത് ഏൽപ്പിച്ചു. അവർ തറക്കല്ലിടാനായിട്ട് വരാനിരുന്ന ആ സന്ദർഭത്തിലാണ് ഇവിടെ ഇതുപോലെ ഒരു കേസ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ വസ്തുത ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം ഞാനിരിക്കുന്ന മേശയും പ്രസിഡന്റ് ഇരിക്കുന്ന മേശയും അടക്കമുള്ള സ്ഥലത്ത് ജപ്തി നോട്ടീസ് വരെ മേശയെ വരെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ വന്നു കഴിഞ്ഞാണ് ഞങ്ങൾ വളരെ വേദനയോടെയാണ് ഈ കാര്യങ്ങൾ, യാഥാർത്ഥ്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് തന്നെ. ഇപ്പം
ഇപ്പോൾ ഈ നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ വന്ന ഈ സാഹചര്യത്തിൽ ഇവർ പ്രസിഡന്റും അടക്കമുള്ളവർ പറഞ്ഞ തടസ്സങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ നാടിന് വേണ്ടി വരും തലമുറയ്ക്ക് കരുതാനുള്ള വികസനങ്ങളുമായിട്ടാണ് വന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പൂർവികന്മാർ നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന നന്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പ്രസിഡന്റ് ഇവിടെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു, വരുന്ന 25 വർഷക്കാലം ജനങ്ങൾ അനുഭവിക്കേണ്ട ഒരു വികസനമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ യുവ MLA അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല, കാരണം വളരെ സൗഹാർദ്ദപരമായ രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പറയുന്ന വികസനങ്ങൾ അദ്ദേഹം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് തരാമെന്നൊക്കെ വാഗ്ദാനം നൽകിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന ബാഹ്യശക്തികളല്ലേ അദ്ദേഹത്തിൻ്റെ UDF നേതൃത്വമായിരിക്കാം അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുന്നത്. എന്തായിരുന്നാലും ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് ഏതാനും മാസങ്ങളേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ധൈര്യപൂർവ്വം തന്നെ അതിൻ്റെ മുൻപോട്ട് തന്നെ പോവുകയാണ്. അതെല്ലാം തീർന്നു. അതെ 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 അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച പോലെ തടസ്സം നിൽക്കുന്നത്. അതെ, ഞങ്ങൾ തന്നെ ഇപ്പം ഓരോ വാർഡിലെ മെമ്പർമാരെ അടിച്ചു വെക്കുന്ന ഫ്ലെക്സ് ബോർഡ് കണ്ട് അന്നം വിട്ടു പോകും. ഈ LDFന്റെ മെമ്പർമാർ തന്നെ ചോദിച്ചു, ഞങ്ങൾക്ക് കിട്ടിയതിൽ കൂടുതൽ ഫണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിച്ചു. ഇവിടെ ഒരു രാഷ്ട്രീയ വേർതിരിവും ഇല്ലാതെയാണ് കൃത്യമായിട്ട് നമ്മൾ നാടാണ് നോക്കുന്നത്, അല്ലാതെ അവിടെ രാഷ്ട്രീയമല്ല നോക്കുന്നത്. മണ്ണാട് പഞ്ചായത്തിലെ മുഴുവൻ ഭാഗങ്ങളും വികസനം ഉണ്ടാകണം, അവിടുത്തെ റോഡുകൾ വികസിക്കണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ ഈ 5 വർഷം പ്രവർത്തിച്ചു വരുന്നത്. അതിനകത്ത് അവിടെ ഏറ്റക്കുറച്ചിലുകളോ ഫണ്ട് ഉപയോഗത്തിനോ യാതൊരു കാര്യങ്ങളില്ല. ഒരു രാഷ്ട്രീയ വേർതിരിവും ഇല്ലാതെ വളരെ ഭംഗിയായ രീതിയിൽ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഈ ഭരണസമിതി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 86 വർക്ക് ഈ സമയത്തിനുള്ളിൽ ഈ 2025-26 86 വർക്ക് ടെൻഡർ ചെയ്ത് എഗ്രിമെന്റ് വെച്ചിരിക്കുന്നു. ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് മുമ്പേ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 50% മുകളിൽ വർക്ക് ചെയ്തു തീരും. അതുപോലെയുള്ള ആ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു പക്ഷേ ഈ പദ്ധതിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഈ UDFകാർക്ക് അതൊരു ചങ്കിടിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് എന്റെ ബലമായ സംശയം ഈ പഞ്ചായത്തിലെ തന്നെ UDFന്റെ ആൾക്കാർ, കോൺഗ്രസിന്റെ ആൾക്കാർ ബന്ധപ്പെട്ട് ഇത് തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനത്തിലേക്ക് ബഹുമാനപ്പെട്ട MLAയുടെ അടുത്ത് പോയി MLAയുടെ ഒരു അനുഭവ സമ്പത്തിന്റെ കുറവ് മൂലം ഈ ഒരു തീരുമാനം പുള്ളി എടുക്കുന്നതായിരിക്കണം എന്നുള്ളത് പറയാനുള്ളൂ. ഉമ്മൻചാണ്ടി സാറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ആരെയും മുഷിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉമ്മൻചാണ്ടി സാറിന് ഇല്ലായിരുന്നു. അതിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിരുത്തി ഈ കൂടുതൽ പ്രായമുള്ള കോൺഗ്രസ് ആൾക്കാര് ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ MLA ഒന്ന് പറഞ്ഞ് ധരിപ്പിച്ച് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ ഒരു മാസം വരെ നിങ്ങൾക്ക് LDF ഒരു തരംതിരിവില്ലാതെ ഈ 5 കൊല്ലത്ത് ഒരു സമരം പോലും ഒരു സമരം ഇവിടെ വന്നിട്ടില്ല. ഈ പഞ്ചായത്തിന്റെ അവിടെ ഒരു സമരം പോലും ഉണ്ടായിട്ടില്ല. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു തന്ത്രം.